ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ നടൻ ഷൈൻ ടോം ചാക്കോ എക്സൈസ് സംഘത്തിന് മുന്നിൽ ഹാജരായിരിക്കുന്നു. ശ്രീനാഥ് ഭാസിയും കൊച്ചിയിലെ മോഡലായ സൗമ്യയും ഇന്ന് ചോദ്യം ചെയ്യലിന് ഹാജരാകും. മുൻ ബിഗ് ബോസ് താരമായ ജിൻഡോയെ നാളെയാണ് ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരിക്കുന്നത്. നിഷ ദിലീപ് ചേരുന്ന വിവരങ്ങളുമായി. നിഷ, അല്പസമയം മുമ്പ് ഷൈൻ ടോം ചാക്കോ എക്സൈസിന് മുന്നിൽ ഹാജരായി എന്നാണ് വിവരങ്ങൾ. ചോദ്യം ചെയ്യലിനെ സംബന്ധിച്ചുള്ള മറ്റു വിവരങ്ങൾ എന്തൊക്കെയാണ്? വീണ, ഷൈൻ ടോം ചാക്കോ അല്പസമയം മുമ്പാണ് ആലപ്പുഴ എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ ഓഫീസിൽ ഹാജരായത്. ഇന്ന് ഈ കഞ്ചാവ് കേസുമായി ബന്ധപ്പെട്ട് ചോദ്യാവലി തയ്യാറാക്കി ഷൈൻ ടോം ചാക്കോയെയും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിയെയും എക്സൈസിന്റെ അന്വേഷണ സംഘം ചോദ്യം ചെയ്യും. തസ്ലീമ സുൽത്താനയുമായി ഇവർ സാമ്പത്തിക ഇടപാടുകൾ നടത്തിയിട്ടുണ്ട് എന്ന് എക്സൈസിന് ബോധ്യപ്പെട്ട സാഹചര്യത്തിലാണ് ഏത് തരത്തിലുള്ള ഇടപാടുകൾ നടത്തിയത് എന്ന് വ്യക്തത വരുത്താനായി, അതായത് തസ്ലീമ സുൽത്താന, ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലെ പ്രധാന പ്രതിയായ തസ്ലീമ സുൽത്താന സെക്സ് റാക്കറ്റിൽ ഉൾപ്പെടെ കണ്ണിയാണ്. അതുകൊണ്ട് തന്നെ ലഹരി ഇടപാടിലാണോ ഇവർ പണമിടപാട് നടത്തിയത്, അത് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഇടപാടുകൾക്ക് വേണ്ടിയാണോ ഇവരുമായി സാമ്പത്തിക ഇടപാടുകൾ നടത്തിയത് എന്നതിൽ കൃത്യത വരുത്തേണ്ടതുണ്ട്. അതാണ് പ്രധാനമായും ഇവരോട് ചോദിച്ചറിയുന്നത്. ഷൈൻ ടോം ചാക്കോയും ഒപ്പം തന്നെ ശ്രീനാഥ് ഭാസിയും ഒപ്പം അന്വേഷണ സംഘത്തിന് ഇടപാട് നടത്തി എന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള കൊച്ചിയിലെ മോഡലായ സൗമ്യ, ഇവരാണ് ഇന്ന് ഹാജരാകുന്നത്. ഇതിൽ ഷൈൻ ടോം ചാക്കോ അല്പസമയം മുമ്പ് എക്സൈസ് ഓഫീസിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും ശ്രീനാഥ് ഭാസിയും ഒപ്പം തന്നെ സൗമ്യയും ഇന്ന് ഹാജരാകും. അല്പസമയത്തിനകം തന്നെ ശ്രീനാഥ് ഭാസിയും എത്തുമെന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും ഷൈൻ ടോം ചാക്കോ എത്തിയിട്ടുണ്ട്. പ്രത്യേക ചോദ്യാവലി തയ്യാറാക്കി എക്സൈസിന്റെ അന്വേഷണ സംഘം ഈ സിനിമാ നടന്മാരെ ചോദ്യം ചെയ്യും. ഏത് രീതിയിലുള്ള ഇടപാടുകൾ തസ്ലീമ സുൽത്താനയുമായി നടത്തിയിട്ടുണ്ട് എന്ന കാര്യത്തിൽ വ്യക്തത വരുത്തുന്നതിന് വേണ്ടിയാണ് പ്രധാനമായും ചോദ്യം ചെയ്യുന്നത്. തസ്ലീമ സുൽത്താന ശ്രീനാഥ് ഭാസിയുമായി ഫോൺ വിളികളും ഒപ്പം തന്നെ ഷൈൻ ടോം ചാക്കോയുമായി വാട്സ്ആപ്പ് ചാറ്റുകളും നടത്തിയതായാണ് അന്വേഷണ സംഘത്തിന് ബോധ്യപ്പെട്ടിട്ടുള്ളത്. മാത്രമല്ല, ഈ പ്രതികളുടെ ഫോണുകൾ തസ്ലീമ സുൽത്താനയുടെയും ഇവരുടെ ഭർത്താവും പ്രധാന പ്രതിയുമായ സുൽത്താൻ അക്ബർ അലിയുടെയും കേസിലെ മറ്റൊരു പ്രതിയായ ഫിറോസിന്റെയും മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്കായി അയച്ചിട്ടുണ്ട്. ഈ ശാസ്ത്രീയ പരിശോധനാ ഫലങ്ങൾ ലഭിക്കാനുണ്ട്. ഇവരുടെ കോൾ ലിസ്റ്റിലെ വിശദാംശങ്ങളാണ് ഇപ്പോൾ എക്സൈസിന് ലഭിച്ചിട്ടുള്ളത്. ഈ കോൾ ലിസ്റ്റ് പ്രകാരമുള്ള ആളുകളെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്തിരുന്നു. തുടർന്നാണ് ഇവരുമായി പണമിടപാട് നടത്തി എന്ന കാര്യം ഉറപ്പിച്ചതിന് ശേഷം ഷൈൻ ടോം ചാക്കോയെയും ശ്രീനാഥ് ഭാസിയെയും ഒപ്പം മോഡലായ സൗമ്യയെയും മറ്റൊരാളായ, അതായത് ബിഗ് ബോസ് കഴിഞ്ഞ സീസണിലെ വിജയിയായ ജിൻഡോയെയും വിളിച്ചു വരുത്താൻ തീരുമാനിച്ചത്. ജിൻഡോ നാളെ ആയിരിക്കും എക്സൈസ് കമ്മീഷൻ ഓഫീസിൽ ഹാജരാകുന്നത്. എന്തായാലും ഇന്ന് ഷൈൻ ടോം ചാക്കോയും ശ്രീനാഥ് ഭാസിയും സൗമ്യയും എക്സൈസിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകും. ഷൈൻ ടോം ചാക്കോ അല്പസമയം മുമ്പ് ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട്. വീണ. ഓക്കെ, ശരി നിഷ അതിൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഷൈൻ ടോം ചാക്കോ അല്പസമയം മുൻപ് ആലപ്പുഴയിൽ എക്സൈസിന് മുന്നിൽ ഹാജരായിട്ടുണ്ട്. ചോദ്യം ചെയ്യലിനായി തസ്ലീമ സുൽത്താന പ്രതിയായ ഹൈബ്രിഡ് കഞ്ചാവ് കേസിലാണ് ചോദ്യം ചെയ്യൽ. കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയാനായി ഇന്ന് ശ്രീനാഥ് ഭാസിയും മോഡലായ സൗമ്യയും ഹാജരാകും.